നമസ്കാരം. ലെബനനിലെ കരയാക്രമണം നെതന്യാഹു എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു. ഹിസ്ബുള്ളയെ തകർക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘം കൂടുതൽ പ്രകോപിതരാകുകയും ചെയ്തു. ലെബനനിൽ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായിരിക്കുന്നു. ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4 മുതൽ പ്രാബല്യത്തിൽ വന്നു. US പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. US-ന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത്. വെടിനിർത്തൽ ധാരണയെ ലെബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മിക്കാട്ടി സ്വാഗതം ചെയ്തു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു ചേർത്ത സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരുന്നു. തുടർന്നാണ് US വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിലെ താവളങ്ങൾ ഒഴിഞ്ഞ് ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറണം എന്നാണ് പറയുന്നത്. ലെബനൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രയേൽ പിൻവലിക്കും, എന്നാൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോഴത്തെ ലെബനനിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കിയത്. സൈന്യത്തിന് വിശ്രമം നൽകുന്നതിനൊപ്പം കുറവ് വന്ന ആയുധങ്ങൾ വീണ്ടും സംഭരിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തലിന് കാരണം. ഹിസ്ബുള്ള ഇപ്പോൾ വളരെ ദുർബലരുമാണ്. അവരുടെ നേതാക്കളെ വധിച്ചതിനൊപ്പം മിസൈലുകളും റോക്കറ്റുകളും തകർത്തു. അവരുടെ ആയിരക്കണക്കിന് പോരാളികളെ നിർവീര്യമാക്കുകയും ചെയ്തു. അതിർത്തിക്കടുത്തുള്ള ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തതായും നെതന്യാഹു അവകാശപ്പെട്ടു. വെടിനിർത്തൽ ശുപാർശകളോട് അനുകൂല നിലപാടാണ് ഹിസ്ബുള്ള സ്വീകരിച്ചതെന്ന് ലെബനൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഹിസ്ബുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇറാനെയാണ് ഇസ്രയേലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നത്. ഇക്കാര്യം വെടിനിർത്തൽ പ്രഖ്യാപന വേളയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപരോധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഇറാനെ തകർക്കുകയാണ് ലക്ഷ്യം. അടുത്തിടെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ബ്രിട്ടൻ ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ UK നടപടിയെടുത്തത്. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയാണ് പുതിയ ഉപരോധം. ആയുധങ്ങൾ കൈമാറാൻ സഹായിച്ച ഇറാന്റെ ദേശീയ വിമാന കമ്പനിയുടെയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഷിപ്പിംഗ് കമ്പനിയുടെയും ആസ്തികൾ മരവിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തിച്ച പോർട്ട് ഒല്യ 3 എന്ന റഷ്യൻ ചരക്ക് കപ്പലിനെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്നും ബ്രിട്ടൻ അറിയിച്ചിരുന്നു. ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ ഹിസ്ബുള്ള വെറുതെ ഇരിക്കില്ല. ഇസ്രയേലിനെതിരെ ആക്രമണവുമായി ഹിസ്ബുള്ള മുന്നോട്ടു പോകും. എന്നാൽ US-ന്റെ പ്രഖ്യാപനം വന്നിട്ടും യുദ്ധം നിർത്താൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞുപോകാനും ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഇതോടെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായി.